ഗൈസ്, അപ്പം ഇന്ന് വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് ഇന്ന് 24-ാം തീയതിയാണ്, 25-ാം തീയതിയാണ് വെഡ്ഡിങ്. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ ഇറങ്ങുവാണ്. മൈലഞ്ചൊക്കെ ഇട്ട് കളറൊക്കെ സെറ്റായി കോളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബസ് വരാറായി, പോവാണ്. എത്രത്തോളം എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റുമെന്ന് ഒരു ഐഡിയ ഇല്ല, കാരണം നല്ല തിരക്കായിരിക്കും. ഇന്നലെ തലേദിവസം എടുക്കണമെന്ന് വെച്ചാൽ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ടാറ്റാ. കൊച്ചിൻ്റെ വീട്ടിലോട്ട് പ്രാർത്ഥിക്കാനായിട്ട് പോയതാണ്. ഉറപ്പായിട്ട് ഇന്ന് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരാൾ കൊച്ചനായിരിക്കും. കുഞ്ഞേയും ചിഞ്ചും എത്താൻ പറ്റിയില്ല, അവരെയും തീർച്ചയായിട്ടും മിസ് ചെയ്യും. ഞങ്ങൾ ബസ്സിലോട്ട് കയറിയിട്ടുണ്ട്. എല്ലാവരും റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ട്. ഇനി ഉറക്കമാണ്, കാരണം രാവിലെ അല്ലേ, ഉറക്കം തന്നെയാണ്. എല്ലാവരും താങ്ങി തൂങ്ങി ഓരോ സൈഡിലൊക്കെ ഇരിക്കുമായിരുന്നു, കാരണം ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഫുഡ് കഴിച്ചാൽ ഓണമെന്ന് ഉറപ്പായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പോൾ ആശേട്ടനൊക്കെ അവിടെ മീറ്റ് ചെയ്തായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഫുൾ ഓണായിരുന്നു. മാമൻ മൈക്കൊക്കെ എടുത്ത് അനൗൺസ്മെന്റും പാട്ടും ബഹളമൊക്കെ തുടങ്ങി. സംഘഗാനം വരെ അവതരിപ്പിക്കുന്ന സംഘഗാനം. പാട്ടും ബഹളമൊക്കെ കാണാൻ ചിഞ്ചുവും കുഞ്ഞയും ഓൺലൈനിലുണ്ടായിരുന്നു. അവർ റാസൽ ഖൈമെന്ന് വിളിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട്, ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. അപ്പോൾ ബാക്കി റിലേറ്റീവ്സിനെ മീറ്റ് ചെയ്തു. പൊന്നും കല്ലു എല്ലാവരെയും മീറ്റ് ചെയ്ത് അപ്പോഴാണ് നമ്മളൊന്ന് ഓണായത്. ഞാൻ മാത്രം ചിക്കൻ കഴിച്ചില്ല, കാരണം കല്യാണം ആയതുകൊണ്ട് വൃദ്ധമായിരുന്നു. ബാക്കി എല്ലാവരും എൻ്റെ മുമ്പിൽ ഇരുന്ന് ചിക്കൻ കഴിച്ചു. പിള്ളേർ സെറ്റ് ഒരു സൈഡ്, വലിയവരൊരു സൈഡ്, അങ്ങനെ ഇരുന്നത്. അത് കഴിഞ്ഞ് അവർ കുറച്ചും കൂടെ ഓണായി, ഞാനും. അതിൻ്റെ ഇടയ്ക്ക് ആശേട്ടൻ വീഡിയോ അയക്കും, ഞങ്ങൾ വീഡിയോ അയക്കും. അങ്ങോട്ടും ഇങ്ങോട്ടൊരു മത്സരമായിരുന്നു, ആരാണ് കൂടുതൽ പവർ, അങ്ങനെയൊക്കെ. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി. ആശേട്ടനൊക്കെ നേരത്തെ എത്തിയായിരുന്നു, ഞങ്ങളാണ് കുറച്ച് വൈകി എത്തിയത്. ഹോട്ടൽ അടിപൊളിയായിരുന്നു. ഹോട്ടൽ മംഗളയിലാണ് ഞങ്ങളെല്ലാം റൂം എടുത്തത്. പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, ഞങ്ങൾ മാമനാണ് എല്ലാം സെറ്റ് ചെയ്തത്. പക്ഷേ അടിപൊളി ഒരു വെട്ടം സെറ്റപ്പായിരുന്നു ശരിക്കും പറഞ്ഞാൽ. എല്ലാവരും ഒക്കെ വന്ന് കീയൊക്കെ കൊടുത്ത് ഞങ്ങൾ റൂമിലോട്ട് പോവുകയാണ്. ലിഫ്റ്റിൽ കയറിയിട്ട് പിള്ളേർ സെറ്റിന് അടുത്ത റൂമിലാണ് പോവുകയാണ്. കോയിൻസിഡൻസ് എന്ന് പറയട്ടെ, ആശേൻ്റെ റൂമും ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു. ഞങ്ങൾ സെയിം ഫ്ലോറിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞില്ല കേട്ടോ. എന്തായാലും ഹാപ്പിയായി. അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിലോട്ട് പോവുകയാണ്. ഓക്കെ ഗൈസ്, നമ്മളിവിടെ റൂമിലെത്തി. നമ്മൾ ആശേട്ടനെയൊക്കെ കണ്ടു. അവരുടെ ടീമും, ഗ്രൂമിൻ്റെ ടീമും എത്തി, ബ്രൈഡിൻ്റെ ടീമും എത്തി. കറക്റ്റ് ഞങ്ങളുടെ റൂമിൻ്റെ ഇപ്പുറത്താണ് ആശേട്ടൻ്റെ റൂം. അപ്പോൾ രാത്രി പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നാളെ വെളുപ്പിനെയാണ് കല്യാണം. ഓക്കെ, ഞങ്ങൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. ആശേട്ടനൊക്കെ വടക്കുന്നാഥ ക്ഷേത്രം, ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ പോയി. അമ്മയൊക്കെ എല്ലാവരും അമ്പലത്തിൽ പോയി. ഓക്കെ, അപ്പോൾ നമ്മൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്. എന്താവും നന്നോട്, നാളെ കൊള്ളാവോ എന്തോന്നാണ് നന്നോട്. എന്തായാലും പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ആശേട്ടൻ്റെ ചേച്ചിയുണ്ട്, വല്യമ്മയുടെ മോളുണ്ട്, അപ്പയുടെ മോളുണ്ട്, കുഞ്ഞിമോളുണ്ട്, അനിയത്തി മൈലാഞ്ചി ഇട്ടുകൊണ്ട് കൊടുക്കുന്നു. ഞങ്ങൾ കുറച്ച് പേര് റൂമിൽ പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഫൈനലായിട്ടൊന്ന് റിഹേഴ്സൽ പോലെ ചെയ്ത് വെക്കാൻ. ആശേൻ്റെ ചേച്ചിക്ക് അത് കഴിഞ്ഞ് ഷോപ്പിൽ കൊണ്ട് കുഞ്ഞിനെ ഉറക്കിയിട്ടാണ് ഇപ്പോൾ വന്നത്. ഒരു കുഞ്ഞു വാവയുണ്ട്, അല്ലു. അപ്പോൾ നമുക്കും കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഫൈനലായിട്ട് കളിച്ച് നോക്കിയിട്ട് നമ്മൾ ആ വഴിക്ക് പോകാനായിട്ടുള്ള ഇതാണ്. അതിന് മുന്നേ ഫുഡും കഴിക്കണം. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. ആശേനൊന്നും ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. അമ്പലത്തിൽ പോയിട്ട് ആ വഴിക്ക് പോയതാണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ കണ്ടിട്ടില്ല എവിടെയാണെന്ന്. ഫ്രണ്ട്സുമായിട്ട് പോയതാണ്. അവർ എത്തുമ്പോൾ ഒരു നേരമാവും. ഫുഡ് കഴിക്കാൻ ടൈമിന് എത്തിയില്ല. അവർ ഫുഡ് കഴിച്ചിട്ടായിരിക്കും വരുന്നത്. എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്, കസിൻസ് എല്ലാവരും കൂടി. ചേട്ടൻ്റെ ഫ്രണ്ട്സും കുറച്ച് പേര് വരുന്നുണ്ട്. അപ്പോൾ അവരെ പിക്ക് ചെയ്തിട്ടൊക്കെ വരുള്ളായിരിക്കും. എന്തായാലും ഡാൻസ് പ്രാക്ടീസൊക്കെ ഏകദേശം തീരുമാനമായി ചേട്ടൻ്റെ കാര്യത്തിൽ. ആശേൻ്റെ അമ്മയും ചേച്ചിയും ചേട്ടനും വാവയൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കഴിക്കാൻ പോയപ്പോഴത്തേക്കും. ഇതാണ് അല്ലു, ചേച്ചീൻ്റെ മോള്. ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തപ്പോൾ ഫുൾ ഉറക്കമായിരുന്നു. പക്ഷേ ഇപ്പം ഉണർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും ബഹളവുമായിട്ടൊക്കെ ഇരിക്കുകയാണ്. ഞങ്ങളുടെ കസിൻസുമായിട്ടൊക്കെ പെട്ടെന്ന് മിങ്കിളായി. ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ വിഷ്ണുവിൻ്റെ അമ്മയും അനിയത്തിയും ഒക്കെ വന്നു, ചിപ്പിയുടെ ഫിയാൻസി. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഓഡിറ്റോറിയം ഒന്ന് കാണാൻ പോയി. കാരണം ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടൽ മംഗളയിൽ തന്നെയാണ് ഓഡിറ്റോറിയവും നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ സ്റ്റേജൊക്കെ കണ്ട് ഡാൻസ് കളിക്കാനൊക്കെ സ്ഥലമുണ്ടോ എങ്ങനെയാണെന്നൊക്കെ നോക്കാൻ പോയിട്ട് അവിടെയും ഫുൾ അലമ്പായിരുന്നു. ആ സമയത്ത് കറക്റ്റ് ആശേട്ടനും ജോയിൻ ചെയ്തു. അവിടെ വിഷ്ണുവും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരു
കംപ്ലീഷൻ ആയ പോലെ ഉണ്ടായിരുന്നു. എങ്കിലും കുറച്ച് കസിൻസൊക്കെ മിസ്സിങ് ആണ്, എക്സാമൊക്കെ ആയിട്ട് വരാനൊന്നും പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞ് ആശേണ്ണ എന്തൊക്കെയോ പറഞ്ഞ് ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നും കസിൻസിൻ്റെ അടുത്തു നിന്നും പ്രാക്ടീസിന് വേണ്ടി വിളിച്ചുകൊണ്ടുപോയി. ഇനി ആകെ കുറച്ച് ടൈമേ ഉള്ളൂ. എനിക്ക് ഉറങ്ങാൻ ടൈമില്ല എന്ന് മനസ്സിലായി. കാരണം ഒരു 11:30-12 ആവാറായി. അപ്പോൾ പിന്നെ എനിക്ക് 2 മണിക്ക് മേക്കപ്പ് തുടങ്ങും. അപ്പോൾ പിന്നെ എനിക്ക് പറ്റില്ല. എങ്കിലും ഡാൻസ് എന്തെങ്കിലും ഒന്ന് സെറ്റാക്കാമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ആശേട്ട ഫുൾ അലമ്പ്. ഞങ്ങൾ പാൽപ്പായസം കുടിക്കുകയാണ്. ഞങ്ങളിവിടെ പ്രാക്ടീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഇപ്പം ഞങ്ങൾ പാൽപ്പായസം കുടിക്കുവാണ്. ഞാൻ നിൽക്കുന്നു കല്യാണ ചെക്ക. ഹലോ കല്യാണ ചെക്ക. ഇതാണ് നമ്മുടെ അടുത്ത കപ്പിൾ. ഇതായിരിക്കുന്നു കല്യാണ പെണ്ണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ആശാൻ്റെ കസിൻസിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി. അവരെല്ലാവരും ഫേഷ്യലും ബഹളവും. അങ്ങനെ എനിക്ക് വിട്ട് തന്നു കോഫി ഫേഷ്യൽ. ആശാനും ചെയ്തു. ഹായ് ഗായ്സ്, നാളെ ആവണിച്ചിട്ട് മാരേജ് ആണ്. സോ നമ്മൾ ട്രെയിനിലാണ് വന്നത്. സമയം 12:46. എവിടെ കുട്ടി? ക്ഷീണമായാ? ഞാൻ രാവിലെ വിളിച്ചണത്തും. രാവിലെ പറഞ്ഞാൽ 5 മണിക്കാണ് അമ്പലത്തിൽ പോകേണ്ടത്. ഇപ്പോൾ അവരും എത്തി. ഫ്രണ്ട്സ് എല്ലാവരും, സാൻഡ്രയും സഞ്ജന ചേച്ചിയും ഫ്രണ്ട്സ് എല്ലാവരും എത്തി. അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ ലേറ്റായി എത്താനായിട്ട്. ഈ വ്ളോഗിൻ്റെ ഒരു വൈൻഡപ്പ് എങ്ങനെ കൊടുക്കണമെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. കാരണം അന്ന് ഉറങ്ങിയിട്ടില്ല. പിന്നെ കുറേ മൊമെൻറ്റ്സ് ഒന്നും ഇതിൽ ഇടാൻ പറ്റിയിട്ടില്ല. കാരണം ഒരുപാട് റിലേറ്റീവ്സ്, ഒരുപാട് കസിൻസ്, ഫ്രണ്ട്സ്, ഓരോരുത്തരുമായിട്ട് ഓരോ മെമ്മറീസ്, ഒരുമാതിരി വെട്ടം സിനിമയിലെ പോലത്തെ ഫീലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്. അവർക്കൊന്നും വരാൻ പറ്റില്ല. കുറേ പേര് പുറത്ത് പോയി കല്യാണത്തിന് 1 മാസം 2 മാസം മുന്നേ. അതേപോലെ കുറേ ഫ്രണ്ട്സിന് വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവരെ ശരിക്കും ഞാൻ മിസ് ചെയ്ത്. അവരെ ഇതിലില്ലാത്തതിൽ ചെറിയൊരു സങ്കടമുണ്ട്. പക്ഷെ അവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേ. എന്തായാലും അവരെല്ലാം ഞാൻ മിസ് ചെയ്യുന്നു. വൈൻഡപ്പ് ചെയ്യാൻ എനിക്കറിയില്ല. ആ ദിവസം എങ്ങനെ തീരുന്നു എന്ന് ഓർമ്മയില്ല. ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങുന്നു, ആശേൻ്റെ കസിൻസിൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ റൂമിൽ നിന്ന് ഇറങ്ങുന്നു, പോയി കുളിച്ചൊരുങ്ങി മേക്കപ്പിന് പോകുന്നു. അതായിരുന്നു അടുത്ത ദിവസത്തിലോട്ടുള്ളൊരു എൻട്രി.